സാധാരണ കണ്ടുവരുന്ന ഗൗതം സാറിൻ്റെ ഒരു സിനിമ അല്ല, കുറച്ചുകൂടി ഒരു ഭീകരത ഉണ്ട്. ഗൗതം മേനോൻ സാറിൻ്റെ പടങ്ങളിലെല്ലാം ഒരു മ്യൂസിക്കിൻ്റെ ഒരു ട്രീറ്റും കൂടിയാണല്ലോ. ആദ്യത്തെ ദിവസം ആ ക്യാരക്ടറിലോട്ട് ഒരു നടൻ കയറുന്നത്, ആ പ്രോസസ്സ് ചെയ്യാൻ നേരിട്ട് കാണാൻ പറ്റി. ഇതിൽ മമ്മൂക്കനെ അസിസ്റ്റ് ചെയ്യാൻ വരുന്ന ആ പണിയും എനിക്കറിയില്ല. മമ്മൂക്കയുടെ ഒരു ഇതായിരിക്കില്ല, എൻ്റെ അച്ഛന് ഇതായിരിക്കില്ല, ലാൽ സാറിന് അച്ഛൻ്റെ പോലെ എന്തൊക്കെയോ ഇങ്ങനെ അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ സ്വന്തമായിട്ട് കണ്ണാടി നോക്കുമ്പോഴും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതെനിക്ക് ഞാൻ സിനിമ ക്യാപ്റ്റായിട്ടുള്ള ആളാണ്, ഞാൻ അതിനുവേണ്ടി പണിയെടുത്തോണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇല്ല. വളരെ ചെറിയ രീതിയിൽ കുറച്ച് വാഴക്കൃഷി അങ്ങനെ. அதில் நான் என்ன பண்ணுறேன்னு சொல்லிட்டு நீங்கள் 23rd தான் பார்க்கணும். ജഗത് ചേട്ടനെ കണ്ടു. ശരിക്കും അതെല്ലാവർക്കും ഭയങ്കര ഡൗട്ടായിരുന്നു, AI ക്രിയേഷൻ ആണോ അതോ ഒറിജിനലി ഉള്ള ഫോട്ടോ തന്നെയാണെന്നുള്ളത്. ശരിക്കും എന്താണത്? ഏറ്റവും ഉഗ്രൻ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സൺ സിനിമയുടെ വിശേഷങ്ങളായി ഇന്നോടൊപ്പം ഉള്ളത് മീനാക്ഷി, നമ്മുടെ സ്വന്തം ഗോകുൽ ചേട്ടൻ, അതുപോലെ സുസ്മിത. നമസ്കാരം. നമ്മുടെ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സൺ, ഈ ഒരു പേര് തന്നെ ഭയങ്കര ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ഈ ഷെർലോക്ക് ഹോംസ് അങ്ങനത്തെ കുറേ പടങ്ങളുടെ പേര് പോലുള്ള അങ്ങനത്തെ ഒരു പേരാണല്ലോ. അപ്പോൾ ശരിക്കും ആ ഒരു ഷെർലോക്ക് ഹോംസിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ളൊരു പടമാണോ? കുറച്ച് പിങ്ക് പാന്തർ ഇൻസ്പയർഡ് ആയിട്ടുള്ള മോർ ദാൻ Sherlock Holmes അല്ലേ? Nice. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. It gives me Sherlock Holmes feels for sure. The setup and everything. ഈ പടങ്ങളൊന്നും ഞാൻ കാണാത്തോണ്ട് എനിക്ക് ഇവര് പറയുന്നത് മനസ്സിലാവുന്നില്ല. ഗോകുചേട്ടൻ പറഞ്ഞ പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. പിങ്ക് പാന്തോ? ഞാൻ കണ്ടിട്ടില്ല. ഈവൻ ഇതിന്റെ ഫോണ്ടിലുള്ള കളേഴ്സും എല്ലാം പിങ്ക് പാന്തർ. അപ്പോൾ ഈ ഞാൻ പിന്നെ ഇന്റർവ്യൂ ആയതുകൊണ്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ റെഫർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഷെർലോക്ക് ഹോംസ് നോക്കുമ്പോഴത്തേക്കിനും അതിലെ ഷെർലോക്ക് ഹോംസ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ റെഫറൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മമ്മൂക്ക ഷെർലോക്ക് ഹോംസിൻ്റെ ആ ഒരു സ്ഥാനത്ത്, വാട്സണിൻ്റെ സ്ഥാനത്തേക്ക് ഗൂഗിൾ ചേട്ടൻ, പിന്നെ അതേപോലെ ആ ഒരു ലേഡി ക്യാരക്ടറൊക്കെ വരുന്നത് നമ്മുടെ ആ സീനിയർ ആയിട്ടുള്ള ആ ചേച്ചിയൊക്കെ ആണോ എന്നെനിക്ക് ഡൗട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ ഇതിന്റെ ഒരു കഥ പോകുന്നത്? അങ്ങനെ ഒരു കോപ്പിയുടെ അല്ലല്ലോ. കോപ്പിയുടെ അല്ല, എന്നാൽ പോലും അതിന്റെ റെഫറൻസ് ഒക്കെ പിടിച്ചിട്ടുണ്ടോ? നമുക്ക് ഷെർലോക്ക് ഹോംസിന്റെ കൂടെ നടക്കുന്ന വാട്സൺ അങ്ങനെ ഓക്കെ, പക്ഷെ ഷെർലോക്ക് ഹോംസിന് വാട്സന്റേതായ ഒരു സ്കിൽ സെറ്റ് ഉള്ള ആളാണ്. എന്റെ വിക്കി എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്കിൽ സെറ്റ് ഇല്ലാത്ത ആളാണ്. ആ സ്കിൽ സെറ്റും മമ്മൂക്കായിട്ട് തന്നെ ഡൊമിനിക്കായിട്ട് തന്നെ പഠിപ്പിച്ചു തരുന്ന സ്കിൽ സെറ്റുകൾ അങ്ങനെ വരുന്ന ഒരാളായിട്ട് ആ വ്യത്യാസം തന്നെ ഉണ്ട്. സുസ്മിത, എങ്ങനെയുണ്ട് മലയാളം മൂവി വന്ന് വർക്ക് ചെയ്തിട്ട്? How it feels? First of all, like working with a legend like that itself is a big deal. And for me, it feels like I did not have time to feel, excited or happy. I was like all the time like worried, okay, I have to do well because like, I'm part of such a good project with two legends. Yeah, so all the time it was like that. ഓക്കെ. മീനാക്ഷി ഇങ്ങനെ ഒരിക്കലും പറയുന്നത് കേട്ടിട്ടുണ്ട്, മമ്മൂക്കയുടെ പടങ്ങളാണ് ഞാൻ ആദ്യം കണ്ടിട്ടുള്ളത്, മമ്മൂക്ക ഫാനാണ്. അപ്പൊ ആൾക്കൊപ്പം അഭിനയിച്ചപ്പോഴത്തേന് എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്? ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഡെഫിനറ്റ്ലി മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. ആൻഡ് ഗൗതം സാറാണ് നമ്മളെ ഡയറക്ടർ. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം വാഴ കഴിഞ്ഞ് ഞാൻ നേരെ വരുന്ന സീനിയേഴ്സിൻ്റെ അടുത്തേക്കാണ്. ഇത്രയും ലെജൻസ് ആണ് ഞാൻ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വളരെയധികം ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇത്. കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇതിനകത്തൊരു ചെറിയ പരിപാടിയാണ് ചെയ്യുന്നത്. കുറച്ച് ദിവസം എനിക്ക് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ആക്ച്വലി ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ഇത്രയും ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് അല്ലെങ്കിൽ കൂടെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ആൾക്കൊപ്പം ചെയ്യുമ്പോഴത്തേനും നമുക്ക് എന്തായാലും ആ ഒരു ആൻസൈറ്റിയും അതേപോലെ തന്നെ ആ ഒരു ടെൻഷനൊക്കെ വരുമല്ലോ. ചെറിയ അതുണ്ടാവുമല്ലോ, അത് മാറ്റാൻ പറ്റില്ല. പക്ഷെ ചില്ലായിരുന്നു. ഗോകുൽ ചേട്ടൻ രണ്ടാമത്തെ പടമാണല്ലേ മാസ്റ്റർ പീസിന് ശേഷം മമ്മൂക്കയ്ക്കൊപ്പം. എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഇപ്പൊ നമ്മൾ പറയുവാണെങ്കിൽ അച്ഛനൊപ്പവും അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പൊ മകനൊപ്പവും, രണ്ടുപേർക്കൊപ്പവും രണ്ട് തലമുറയിൽ കൂടെ അഭിനയിച്ച ആളാണ് മമ്മൂക്ക. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മമ്മൂക്കയ്ക്കൊപ്പം ഉള്ള വർക്ക്? എനിക്കൊന്ന് കുറെ ഇന്റർവ്യൂവിൽ കുറെ വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാവുന്നതിനെക്കാട്ടിലും ഒക്കെ കുറെ കൂടെ ഒരു ഡീപ്പറായിട്ടുള്ള ഫീലിംഗ് ആ ഉള്ളിൽ ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അത്ര എക്സ്പ്രസീവ് അല്ല, അതുകൊണ്ട് എനിക്ക് ടു പുട്ട് ഇൻ ടു വേർഡ്സ് ഇസ് എ ബിറ്റ് ഡിഫിക്കൾട്ട്. അപ്പം അതൊരു ഫീലിംഗ് ആയിരുന്നു. ആ ഫീലിങ്ങിൻ്റെ കുറേ ഇൻഹിബിഷൻസും കുറേ ടെൻഷനുകളോടെയാണ് ഈ സെറ്റിലോട് ജോയിൻ ചെയ്യുന്നത്. ഇതിനൊരു പ്രത്യേകിച്ചൊരു ധാരണ ഇല്ലാതെ വന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഭയങ്കര മെമ്മറബിൾ ആക്കി തീർത്തു ഗൗതം സാറും മമ്മൂട്ടി കമ്പനിയും കൂടെ. വളരെ എല്ലാവർക്കും നമ്മളെല്ലാവർക്കും
കാരണം ഇപ്പം മമ്മൂക്കയുടെ പ്രൊഡക്ഷൻ ഹൗസ്, മമ്മൂക്ക നായകനായിട്ടുള്ള പടം ഗൗതം സാർ ചെയ്യുന്നു. അപ്പം മമ്മൂക്കയുടെ വീട്ടിലോട്ട് നമ്മളെല്ലാവരും ഒരു വിരുന്നിന് വരുന്ന ആ ഒരു ഫീലിലായിരുന്നു ഞങ്ങളെ ട്രീറ്റ് ചെയ്തിരുന്നതും. വളരെ കംഫർട്ടബിൾ ആക്കിയതും എങ്ങനെ ഈ പറഞ്ഞ ടെൻഷനും ഇൻഹിബിഷനിൽ നിന്നും കംഫർട്ടബിൾ ആയി എന്നുള്ള ആ ഒരു ട്രാവൽ തന്നെ ഒരു ബേർഡൻ പോലെ ഇല്ല. കാരണം വളരെ സ്മൂത്ത് ആയിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇതിലോട്ട് അലിഞ്ഞു ചേരുന്ന പോലെ ആയിരുന്നു. അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ ഗഗൻചാരിക്കകത്തെ അലൻ എന്നുള്ള ക്യാരക്ടർ അതിനകത്ത് വിക്ടർ വാസുദേവിന്റെ അസിസ്റ്റന്റ് ആണ്. ഇപ്പൊ ഇതിലേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ വിക്കി എന്നുള്ള ക്യാരക്ടർ നമ്മുടെ മമ്മൂക്കയുടെ അസിസ്റ്റന്റ്. അപ്പൊ ഈ ഒരു രണ്ടും തമ്മില് അസിസ്റ്റന്റ്. അപ്പൊ ഇത് എനിക്കിങ്ങനെ അസിസ്റ്റന്റ് റോളുകൾ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അതേസമയം അത് കുറച്ചുകൂടെ ഫൺ സാധനങ്ങളാണ് ഗഗൻചാരിക്കകത്ത് നമ്മൾ അത്രത്തോളം ഫൺ ക്രിയേറ്റ് ചെയ്തത്. അപ്പം ഇതിങ്ങനെ തുടർച്ചയായിട്ട് വന്നപ്പോഴത്തേനും നമ്മൾക്കൊരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ. കാരണം ഒന്നൊന്നിനോട് ചേർന്ന് നിൽക്കാൻ പാടില്ല, മൂന്ന് ഡിഫറെന്റ് ആയിട്ട് നിൽക്കണം. അപ്പൊ ഈ ഗഗനചാരിയിൽ നിന്ന് നമ്മുടെ വിക്കിയിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ പാപ്പനിലായാലും ഗഗനചാരിയിലായാലും ഇതിലായാലും നല്ല ഏകദേശം ഒരേ വണ്ണമുള്ള രൂപത്തിൽ തന്നെ ഇരിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല, അത് ഞാൻ കോസ്റ്റ്യൂമിലുള്ള വ്യത്യാസവും പിന്നെ റൈറ്റിങ്ങിലുള്ള വ്യത്യാസം. ഒരു പ്രോഡക്റ്റ് തന്നെ അല്ലല്ലോ 3 രീതിയിൽ ചെയ്യുന്നത്, 3 വേറിട്ട പ്രോഡക്റ്റുകളിലാണല്ലോ നമ്മൾ വന്നുപെടുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസം. പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഹോംവർക്ക് ചെയ്ത് ഒരു പ്രിപ്പറേഷൻ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു ക്യാരക്ടറൈസേഷൻ്റെ ഒരു ബേർഡനൊന്നും ഇല്ലായിരുന്നു. ഇതിൽ മമ്മൂക്കനെ അസിസ്റ്റ് ചെയ്യാൻ വരുന്ന ആ പണിയും എനിക്കറിയില്ല, അറിയാതെ പണി ചെയ്യാൻ വരുന്ന ആളായിട്ടാണ്. പുള്ളിയുടെ വേറെ കുറച്ച് പ്ലസ്സുകൾ ഡൊമിനിക്ക് നോട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്ലസ്സുകൾ മാത്രം ഉപയോഗിക്കാനായിട്ടാണ് പുള്ളിയെ നിർത്തിയിരിക്കുന്നത്. പക്ഷെ പുള്ളി കുറേ കൂടെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു അസിസ്റ്റൻ്റാണ് ലേറ്റർ ഓൺ തിരിച്ചറിയുമെന്ന് തോന്നുന്നു. സുസ്മിതയുടെ ക്യാരക്ടർ എന്താണ് ഇതിൽ? ഇതിൽ ഐ എം എ ഡാൻസർ, ഓക്കെ. பட் ஹவு ஐ அஃபெக்ட் த ஸ்டோரி அதில் நான் என்ன பண்ணுறேன்னு சொல்லிட்டு நீங்கள் 23rd தான் பார்க்கணும். பிகாஸ் ஐ கான்ட் ரிவீல் மச். Like if we start revealing, then like you might get the whole story. So adinale let us keep the mystery and yeah. കുറച്ച് ഗ്രേഷ്യസ് ഉള്ള ക്യാരക്ടേഴ്സ് വല്ലോ? It's definitely gracious and all that. Yeah, that is there for sure. Yeah. Okay. ഗൗതം സാറിന്റെ പടങ്ങളിലൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് കാണാൻ പറ്റുന്നത് മെയിൽ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പോർട്രേ ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും ഈ ഒരു പടത്തിൽ. കാരണം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെങ്കിൽ പോലും ആ ഒരു കഥാപാത്രങ്ങൾക്ക് ആ ഒരു എന്താ പറയുക ക്യാരക്ടർ ബിൽഡിങ്ങും അതുപോലെ ഡെപ്ത് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. I can say that for mine for sure. But yeah, I as far as my part of the story is concerned, like definitely he's given a lot of thought into my character and it's come out extremely well. So yeah, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സാധാരണ കണ്ടുവരുന്ന അല്ലെങ്കിൽ കണ്ട് നമ്മൾ ശീലിച്ചിട്ടുള്ള ഗൗതം സാറിൻ്റെ ഒരു സിനിമ അല്ല. അല്ലെങ്കിൽ മമ്മൂക്ക ഇപ്പം എക്സ്പെരിമെൻ്റ് ചെയ്ത് വേറിട്ട ഡിഫറെൻറ്റ് ബോഡി ഓഫ് വർക്ക് നമുക്ക് കാഴ്ചവെക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ അതിൽ തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാലറ്റിൽ കിടക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഗൗതം സാറിൻ്റെയും ഒരു യൂഷ്വൽ പാലറ്റ് അല്ല ഇത്. അതിൻ്റെതായ ഒരു ഫ്രഷ്നെസ് ഈ സിനിമയ്ക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മീനാക്ഷിക്കോ എന്താണ് തോന്നിയിട്ടുള്ളത്? സെയിം ഒന്നും പറയില്ലേ? കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഡൊമിനിക്കിലേക്ക് വരുമ്പോൾ മമ്മൂക്കയുണ്ട് നമുക്കൊരു ബിഗ്ഗസ്റ്റ് ഫാക്ടർ എന്നുള്ളത്. അത് ഗൗതം സാറിൻ്റെ ഒരു വേർഷനിൽ എങ്ങനെ അത് കൊണ്ടുവരുന്നു എന്നുള്ളത് അത് 23rd മനസ്സിലാവും. അത് കൂടുതലൊന്നും പറഞ്ഞാൽ അത് സ്പോയിലർ ആവും. അതാ. ഓക്കെ. ഗൗതം സാറിന് കൂടെ ഉള്ള ഒരു വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം നമ്മൾ അദ്ദേഹത്തിന് ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്. 1000, വിനയ് ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഭയങ്കര എന്താ പറയുക ഫാൻ മൊമെന്റ്സ് ആയിരിക്കും കൂടെ ഉള്ളപ്പോഴും. അപ്പം ആ സാറ് ഡയറക്ടറായിട്ട് നിൽക്കുമ്പോഴും ഇതിനകത്ത് റോളും ചെയ്തിട്ടുണ്ടല്ലേ ചെറിയ പോലീസ് ഓഫീസറിന്റെ? ഇല്ല. ഓക്കെ. എന്നാൽ ഞാൻ വിക്കിപീഡിയ നോക്കിയപ്പോൾ ജസ്റ്റ് ഞാൻ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കണ്ടു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു സാറിനോടുള്ള വർക്കിംഗ്? അതാ നമ്മൾ വിനയ് താണ്ടി വരുവാ എന്ന് പറയുന്ന മൂവി എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിംസ് ആണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ വൈൽഡസ്റ്റ് ഡ്രീമിൽ പോലും ഇല്ല നമ്മൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഫൈനലി ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ അത് പോയിട്ട് ഗ്രാബ് ചെയ്തു. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും ഭയങ്കര രസമായിരുന്നു. കുറച്ച് ദിവസം ഉണ്ടായിരുന്നതിൽ പോലും ഭയങ്കര രസമായിട്ട് ഞാൻ എൻജോയ് ചെയ്താണ് ചെയ്തത് എല്ലാം. ഗോകുൽ ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം നമ്മൾ കുറച്ച് പടങ്ങൾ മാത്രമാണ് നമ്മുടെ കരിയറിന് വന്നപ്പോൾ തൊട്ട് ഇവിടെ വരെ ചെയ്തിട്ടുള്ളത്. അതെല്ലാം ഒന്നിനൊന്നും മെച്ചവുമാണ്, അല്ലെങ്കിൽ നമുക്ക് എടുത്തു പറയാവുന്ന കുറേ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ ഒരു മൂവിയിലേക്ക് വരുമ്പോഴത്തേന് സാറിനപ്പോൾ ഉള്ളൊരു വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആ ഒരു മോഡിലാണ് ഞാൻ ചെന്ന്
അവിടെ പെടുന്നത്. ചെറിയൊരു ക്യാരക്ടറാന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. പിന്നീടായിരുന്നു അത് ലാസ്റ്റ് വരെ ഉണ്ടെന്ന് അങ്ങനെ അറിയാനായിട്ട് സാധിച്ചത്. ഗൗതം സാറിന്റെ മമ്മൂക്കയുടെ ഇൻസ്റ്റിങ്ക്റ്റിന് വിട്ടുകൊടുക്കുക, കൂടെ സഞ്ചരിക്കുക, അതിൽ നിന്ന് നാച്ചുറലായിട്ട് വരുന്ന സാധനങ്ങൾ ക്യാപ്ചർഡ് ആവുക, അത്ര ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. ഡയലോഗ്സും മമ്മൂക്കയുടെ കൂടെ പെർഫോം ചെയ്യേണ്ട ആ ഭാഗങ്ങളും ഞാൻ കാരണം മമ്മൂക്ക വീണ്ടും റീടേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരാതിരിക്കുക, അത്രയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യത്തുള്ളൂ. അഗൈൻ മമ്മൂട്ടി സാറിൻ്റെ ഒരു പെർഫോമൻസ് അവിടെ വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ, ആ ഒരു ചിന്ത. നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ഒക്കെ നോക്കുമ്പോഴത്തേക്കിന് മമ്മൂക്കന് ഒരുപാട് റോളുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചില ക്യാരക്ടേഴ്സ് ഒന്നും നമ്മൾ സാധാരണക്കാരോട് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും. പക്ഷേ ഈ ഡൊമിനിക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ടീസറും ട്രെയിലറൊക്കെ കാണുമ്പോഴത്തേന് കുറച്ചുകൂടെ നമ്മളിൽ ഒരാളെ പോലെ തന്നെയുള്ള ഒരാളാണ് ഡൊമിനിക്ക്. ആ ഒരു മാനറിസം ആയിക്കോട്ടെ, സ്റ്റൈൽ ആയിക്കോട്ടെ, എല്ലാം നമ്മൾക്ക് തൊട്ടപ്പുറത്തുള്ള ഒരാളെ പോലെ ഒരു ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് മമ്മൂക്കയുടെ. തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഒരു മമ്മൂക്കയുടെ ക്യാരക്ടറൈസേഷൻ്റെ എല്ലാ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാ ഹ്യൂമൻ വൾണറബിലിറ്റീസും ഉള്ള അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന സൂപ്പർ ഹ്യൂമൻ അല്ലാത്ത അങ്ങനത്തെ ഒരു ആളെ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് വളരെ രസമായിട്ട് തന്നെ മമ്മൂക്കയുടെ ഇൻട്രൊഡക്ഷൻ ഷോട്ടും എൻ്റെ ഫസ്റ്റ് ഡേ ഷൂട്ടും ഒരുമിച്ചായിരുന്നു. ആദ്യത്തെ ദിവസം ആ ക്യാരക്ടറിലോട്ട് ഒരു നടൻ കയറുന്ന ആ പ്രോസസ്സ് ഞാൻ നേരിട്ട് കാണാൻ പറ്റി. ഞാൻ വേറെ സിനിമയിലൊന്നും വർക്ക് ചെയ്യുമ്പോൾ അധികം അങ്ങനെ എനിക്കത് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പം മമ്മൂക്കയെ സംബന്ധിച്ച് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്ത് ഭയങ്കരമായിട്ടും എല്ലാം ഓക്കെ ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ എന്ത് കൊടുത്താലും ആ സമയം കൊണ്ട് ഇന്ന സമയം കൊണ്ട് ചെയ്ത് ഫലിപ്പിക്കുന്ന ആളാണ്. അപ്പം നമ്മൾക്കൊരു കുറേ കാര്യങ്ങൾ പഠിക്കാൻ കാണുമല്ലോ. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്യാരക്ടറിലേക്ക് ഒന്ന് കയറുന്ന പ്രോസസ്സൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മൾ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു ജേണിയിൽ പഠിക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ ഓക്കെ മമ്മൂക്ക ചെയ്യുന്ന ഈ കാര്യങ്ങൾ അടിപൊളിയാണ്, ഇപ്പം നാളെ എനിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. അതിപ്പോൾ ട്രേഡ് സീക്രറ്റ്സ് ആരും പറഞ്ഞു തരില്ലല്ലോ, അല്ലാതെ നമുക്ക് അവരുടെ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്ര നേരം കൂടെ ഉണ്ടോ അപ്പം നമ്മൾ വേറൊന്നും ശ്രദ്ധിക്കാതെ അവരെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ എടുക്കുന്ന ഒരു പ്രിപ്പറേഷൻ ചെറുതായിട്ടൊക്കെ നമുക്ക് കിട്ടും. ചിലത് പിന്നെ അവരുടെ സിദ്ധിയിൽ തന്നെ അവർക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള സാധനം. അതിപ്പം മമ്മൂക്കയുടെ ഒരു ഇതായിരിക്കില്ല എൻ്റെ അച്ഛന്, അതായിരിക്കില്ല ലാൽ സാറിന്, അതായിരിക്കില്ല എനിക്ക്, അതായിരിക്കില്ല മീനാക്ഷിക്ക്, അതായിരിക്കില്ല സുഷ്മിതയ്ക്ക്. ഓരോ രീതിയാണ്. എല്ലാത്തിനും അതിൻ്റെതായ വിലയുണ്ട്. ഇപ്പോൾ ഒരാൾ കൂടുതൽ പ്രിപ്പയർ ചെയ്തു പക്ഷെ മറ്റേ ആൾ കുറവ് പ്രിപ്പയർ ചെയ്തിട്ട് കുറേ കൂടെ അടിപൊളിയായിട്ട് അഭിനയിച്ചു എന്ന് പറയുന്നതിൽ ഒരു കമ്പാരിസണോ അല്ലെങ്കിൽ ഒരു കയറ്റിറക്കങ്ങളോ അങ്ങനെ ഉള്ളതായിട്ടല്ല. അത് ഓരോരുത്തരുടെ സ്ഥിതിക്കനുസരിച്ച് അവർ മാക്സിമം ചെയ്യാനായിട്ട് നോക്കുന്നു. പിന്നെ ചില ക്യാരക്ടർ അത്രേ ഡിമാൻഡ് ചെയ്യുള്ളൂ. ഞാൻ ഡൊമിനിക്കിൻ്റെ സെറ്റിൽ വന്നിട്ട് മമ്മൂക്ക ഡൊമിനിക്കിനെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കിയിട്ട് എനിക്ക് വിക്കിയാവാനായിട്ട് പറ്റില്ല. എങ്ങനെയാണ് ഓരോ സ്റ്റേജസിൽ അല്ലെങ്കിൽ ഒരു സിനിമ ലീഡ് ചെയ്യുന്ന ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്ന ഒരു നടൻ എങ്ങനെയാണ് ആദ്യത്തെ ദിവസങ്ങളിൽ എങ്ങനെയാണ് അതിലോട്ട് ജെല്ലായി മാറുന്നതെന്നൊക്കെ ഏകദേശം ഒരു ധാരണ നമുക്കിങ്ങനെ പിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ഞാൻ മമ്മൂക്കനെ അസിസ്റ്റ് ചെയ്യുമ്പം ഞാൻ അസിസ്റ്റൻറ്റിൻ്റെ നിലയ്ക്ക് നിന്നാൽ മതി, അതിന് മുകളിൽ കയറി ഞാൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. എനിക്ക് ജോഷ് സാറിൻ്റെ കൂടെയും മമ്മൂക്കയുടെ കൂടെയും അച്ഛൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് എന്തൊക്കെയോ അവർ പഠിപ്പിക്കുന്നുണ്ട്, എന്തൊക്കെയോ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കോൺഷ്യസ്ലി അത് പഠിക്കുന്നതായിട്ടോ കോൺഷ്യസ്ലി അവർ പഠിപ്പിക്കുന്നതായിട്ടോ അങ്ങനെ ഒരു തോന്നൽ വരാറില്ല. അതാണൊരു അനുഭവം. ഓക്കെ, സുഷ്മിത എങ്ങനെയാണ് നമ്മളെ ഈ ഡൊമിനിക്കിലേക്ക് ഇന്നാവുന്നത്? ஐ திங்க் எங்களோட காஸ்டியூம் டிசைனர் சமீரா மேம் அவங்க என் ஒர்க்கை இன்ஸ்டாகிராமில் கொஞ்சம் நாளாக ஃபாலோ பண்ணிட்டு இருந்தாங்க. ஸோ ஐ யூஸ் டு டூ அ லாட் ஆஃப் சாரீ வீடியோஸ் அண்ட் ஆல் தட். ஸோ அவங்களுக்கு அந்த கேரக்டர் ஐ திங்க் ஷீ saw me as the character required for the movie and she suggested my name. And அதுக்கப்புறம் I was called for an audition and sir கூட தான் கௌதம் சார் கூட தான் audition பண்ணிட்டு then he explained etc. I think it went through a process, like entire team went through my profile and everything and then I think they okayed it. ഓക്കെ, ചില സമയത്തൊക്കെ നമ്മൾക്ക് ഈ നമ്മുടെ കോസ്റ്റ്യൂം അല്ലേ നമ്മളിടുന്ന ഫോട്ടോസ് വെച്ചിട്ട് നമുക്ക് ചില ക്യാരക്ടേഴ്സ് എല്ലാം കിട്ടുമല്ലോ. ഇപ്പം ഇതിൽ ഈ ഡൊമിനിക്ക് നോക്കുമ്പോഴത്തേക്കിന് അതിന് 1-2 പോസ്റ്റേഴ്സിനകത്ത് ഓരോരുത്തരുടെയും ക്യാരക്ടേഴ്സിൻ്റെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഗൂഗിൾ ചേട്ടൻ്റെ കൊടുത്തേക്കുന്നത് ഓൾവേസ് വിയർ ടീഷർട്ട്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയായിരുന്നു ഗഗനചാരിക്കും. അപ്പോൾ ആ ഒരു രണ്ടും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറൻറ്റ് ഉള്ളത് എന്താണ് ചേട്ടാ ശരിക്കും? ഈ
ഈ വിക്കിയും എല്ലനും തമ്മിലാണോ? കാരണം ഇവിടെ കോസ്റ്റ്യൂംസ് എല്ലാം ഒരേപോലെയാണ്, അവിടെ ടീഷർട്ട്സ് കുറച്ച് ഫ്രീക്ക് ലുക്കിലൊക്കെയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ഈ ക്യാരക്ടേഴ്സിനെ? അങ്ങനെ ഡീറ്റെയിലിംഗിൽ ശ്രദ്ധിക്കാനാണെങ്കിൽ ഇപ്പൊ അലൻ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് കേരളത്തിലാണ് ഉള്ളത്. അപ്പോൾ ഈ അവൈലബിലിറ്റി ഓഫ് ബ്രാൻഡഡ് ക്ലോതിങ് ഒന്നും ഇല്ല. അപ്പോൾ ആ ടീഷർട്ട് ഇട്ടെന്നല്ലാതെ അതൊരു ഭയങ്കര ബ്രാൻഡഡ് സാധനമായിട്ടൊന്നും അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. ഇതിൽ ഈ പ്രസന്റിലാണ് വിക്കി ഉള്ളത്. ഇപ്പോൾ ഉള്ള ബ്രാൻഡഡ് ക്ലോതിങ് റിച്ച് കിഡ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അലനൊരു അച്ഛനും അമ്മയും ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയാതെ ഒരു ഫാമിലി റിലേറ്റീവായിട്ട് ജീവിക്കുന്ന ആളാണ്. ഉള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ്. അങ്ങനത്തെ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതിൽ. ഇപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കിനും ഗൗതം സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഷോർട്ടൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ സീൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് നമുക്ക് കുറച്ചൊക്കെ മാറ്റി ചെയ്യാം, പഴയ പോലൊന്നും ആവാതെ കുറേ സ്റ്റൈല് മാനറിസംസ് ഒക്കെ മാറ്റി ചെയ്യാമെന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കി ചെയ്ത് ശരിക്കും ഡൊമിനിക് ഭയങ്കര ഡിഫറെൻ്റ് ആണോ മറ്റുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന്? മമ്മൂക്ക ഇതുവരെ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓരോരോ സിനിമയിലും ഓരോരോ വ്യത്യസ്തത വരുത്തി. ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ സ്റ്റാർഡത്തിൻ്റെ ആ ഒരു പരിപാടി വിട്ടിട്ടൊക്കെ ചെയ്യുന്ന സാധനങ്ങളുണ്ട്. അപ്പം മുന്നറിയിപ്പൊക്കെ അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു ബ്രഹ്മയുഗം. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു ഒരു ലൈറ്റർ ടോണിലുള്ള സിനിമ ആയതുകൊണ്ട് ആ ഒരു ആർട്ട് ഹൗസിൻ്റെ വർക്ക് റെക്കഗ്നൈസ്ഡ് ആവാതെ പോകരുതെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. സാധാരണ ഒരു ആർട്ട് ഹൗസ് സിനിമയിലാണ് ഒരു ആർട്ടിസ്റ്റിക് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു റെക്കഗ്നിഷൻ കിട്ടുക. അതൊരു കമേഴ്ഷ്യൽ ലൈറ്റ് മൈൻഡഡ് ഫിലിമിൽ ചെയ്യുമ്പോൾ ഒരു ഇൻറ്റൻസ് പെർഫോമൻസോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഡീറ്റെയിലിങ്ങോ ആ ഒരു ആക്ടർ ചെയ്തത് ചിലപ്പോൾ അത്ര റെക്കഗ്നൈസ്ഡ് ആവാറില്ല. അങ്ങനെ ശ്രദ്ധിക്കപ്പെടേണ്ടിയ ഒരു ക്യാരക്ടറാണ് ഡൊമിനിക് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അതിന് വേണ്ടി നമുക്ക് ഒരു പാലറ്റ് സ്വീകരിച്ചിട്ട് അതിലൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതൊരു രസമുള്ള സാധനം. ഗൂഗിളിൽ പഠിച്ചതിന് ശേഷം ഇന്റേൺഷിപ്പൊക്കെ ഇവിടെ ലേമറേറ്റിംഗ് ചെയ്തിട്ടുണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഫ്രണ്ട് ഓഫീസിലൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് ഓക്കെ എനിക്കിതെല്ലാം എൻ്റെ വഴി ഇതല്ല, അല്ലെങ്കിൽ സിനിമയാണ് എനിക്ക് വേണ്ടത് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടല്ലോ? ഇല്ല അങ്ങനെയല്ല. ഞാൻ ഓഫീസ് ജോലികളുടെ ഏകദേശം ഒരു ഐഡിയ കിട്ടാനാ ഫ്രണ്ട് ഓഫീസ് ബാക്ക് ഓഫീസ് അല്ലാതെ ബാറിൽ അങ്ങനെ വെയിറ്ററായിട്ടോ അങ്ങനെ എല്ലാം ഒന്ന് ഏത് പരിപാടി എനിക്ക് പറ്റും ഞാൻ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയതാ. അതെ. അപ്പം എനിക്ക് ഇതൊന്നും അല്ല പരിപാടി എന്ന് തിരിച്ചറിഞ്ഞു. പിന്നെ ഇനി എന്ത് ചെയ്യും, ജോലി ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചിരുന്ന സമയത്താ എന്തോ ദൈവഭാഗ്യം കൊണ്ടൊരു പ്രോജക്റ്റ് ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് അച്ഛൻ്റെ അടുത്തോട്ട് എത്തുന്നത്. അച്ഛൻ കഥ കേട്ട് അച്ഛനും കഥയിൽ എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് തോന്നിയിട്ടാണ് അങ്ങനെയാണ് ഞാൻ കഥ കേൾക്കുന്നത്. അല്ലാതെ സിനിമയാണിത്, ഇതൊന്നും അല്ല എൻ്റെ ജോലി, സിനിമയാണ് അങ്ങനെ നിശ്ചയിക്കാനായിട്ട് സിനിമകൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വന്നുകൊണ്ടൊരു കാലമല്ലായിരുന്നു. മൂവി സിനിമയിൽ അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ലായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് കണ്ണാടി നോക്കുമ്പോഴും എനിക്കങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു. പോകെ പതുക്കെ ഇങ്ങനെ ഓക്കെ എന്തൊക്കെ ഒരു ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്, അച്ഛൻ്റെ പോലെ എന്തൊക്കെയോ ഇങ്ങനെ അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ അല്ലാതെ ഞാൻ സിനിമ ക്യാപ്റ്റായിട്ടുള്ള ആളാണ്, ഞാൻ അതിനു വേണ്ടി പണിയെടുത്തോണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇല്ല. ശരിക്കും ഇപ്പോൾ ഇത്രയും ഒരു ജേർണി കഴിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് എന്താ തോന്നുന്നത്? ശരിക്കും എൻ്റെ ജേർണി ഞാൻ ഇപ്പോഴും ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിന് തക്കവണ്ണം തന്നെ യൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഇപ്പം ഡൊമിനിക്കിലും അങ്ങനെയൊക്കെ വരുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് അഭിനയിക്കുന്ന മമ്മൂക്ക അതുപോലത്തെ ആക്ടേഴ്സിനെയും അല്ലെങ്കിൽ ഗൗതം സാറിനെ പോലത്തെ ഡയറക്ടേഴ്സിനെയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ യങ്സ്റ്റേഴ്സിൻ്റെ ഈ ഒരു ഫുൾ ബാച്ച് വളരെ ലേസിയും അത്ര ഇവരത്രയും കമ്മിറ്റഡും ഡെഡിക്കേറ്റഡും ആയിരുന്ന പോലെ അല്ല ഞങ്ങൾ. കാരണം അവർ വർക്ക് ചെയ്ത് വളർന്നു വന്ന് ഇൻഡസ്ട്രി സൃഷ്ടിച്ച ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങളിൽ നിന്ന് ക്യാരവാനിലും AC മുറിയിലിരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്ന പോലെ അല്ലായിരുന്നു. അപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സ്റ്റേജിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങൾ നിന്നിട്ട് എൻജോയ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു വലിയ ഒരു ബേർഡൻ ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ നടനായില്ലായിരുന്നെങ്കിൽ എവിടെ എത്തിയിരിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഏത് മേഖലയിൽ തിരഞ്ഞെടുക്കുമായിരുന്നു? എനിക്ക് റേസിംഗ് ഒക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും F4 അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണ്ടൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പ്ലാന്റർ ആവാൻ ഇഷ്ടമാണ്. അങ്ങനെ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചല്ലേ? അങ്ങനെ എനിക്ക് ഇപ്പോഴും താല്പര്യമുണ്ട്, ഫാമിംഗ് താല്പര്യമുണ്ട്. ഓക്കെ, ഇപ്പൊ ചെയ്യാറുണ്ടോ? ഇല്ല, വളരെ ചെറിയ രീതിയിൽ കുറച്ച് വാഴക്കൃഷി അങ്ങനെ കുറച്ച് മാത്രം അച്ഛൻ്റെ സ്ഥലങ്ങളിലുണ്ട്. അല്ലാതെ അങ്ങനെ ആക്റ്റീവ്ലി അതിലോട്ട് ഇറങ്ങിയൊന്നും ചെയ്തിട്ടില്ല. ഉള്ള പ്ലാന്റ്സ് ഒന്നും നശിപ്പിക്കാനായിട്ട് സമ്മതിക്കത്തില്ല. അതൊക്കെ മാക്സിമം നന്നായിട്ട് കൊണ്ട് നടക്കാം.
മീനാക്ഷി എങ്ങനെയാണ് നമ്മുടെ വാഴയാണല്ലേ ഫസ്റ്റ് മൂവി? അല്ല, വാങ്കാണ്. വാങ്ങാണ് അല്ലേ? ഓക്കെ, നമ്മൾ വാഴയിലാണ് കുറെ കൂടെ അതെ, അതെ, ശ്രദ്ധിക്കുന്നത്. അപ്പോൾ സിനിമയിലേക്കുള്ളൊരു വരവ് എങ്ങനെയായിരുന്നു? വാഴയിലേക്ക് ഓഡിഷൻ വഴിയാണ് വന്നത്. വാങ്കിലേക്ക് ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ടൊരു ഫോട്ടോ കണ്ടിട്ട്, അനീഷ് ഉപാസന പറഞ്ഞിട്ടൊരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ പുള്ളി എൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. അത് ടീം വാങ്കിലേക്ക് എത്തിയിട്ടാണ് ആദ്യത്തെ മൂവിയിലേക്ക് വരുന്നത്. വാഴയിൽ ഓഡിഷൻ വഴിയാണ് വരുന്നത്. മാത്യു തോമസിനോടുള്ള നൈറ്റ് റൈഡേഴ്സിന്റെ എന്താണ് അപ്ഡേറ്റ്സ്? നമ്മൾ ഇതിന്റെ പോസ്റ്റർ കണ്ടു. അതെ, അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാഴ 2-ന്റെ വാഴ 2-ന്റെ അപ്ഡേറ്റ് ആയിട്ടില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. മീനാക്ഷിയും അതിൽ റോൾ നമുക്ക് എനിക്കറിയില്ല. ഇല്ല അതൊന്നുമില്ല. ഇല്ലല്ലേ? ഇല്ല. ഓക്കെ, ഗൂഗിൾ ചേട്ടാ, നമ്മുടെ ഗഗനചാരിയുടെ ടീമെല്ലാം ചേർന്ന് അടുത്തൊരു പടം, നമ്മുടെ വല എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ഒരു അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ നമ്മൾ ജഗത് ചേട്ടനെ കണ്ടു. ശരിക്കും അതെല്ലാവർക്കും ഭയങ്കര ഡൗട്ടായിരുന്നു, AI ക്രിയേഷൻ ആണോ അതോ ഒറിജിനലി ഉള്ള ഫോട്ടോ തന്നെയാണെന്നുള്ളത്. ശരിക്കും എന്താണത്? കണ്ട സ്റ്റില് AI ആ, പക്ഷെ ഏകദേശം അതുപോലെ തന്നെ ജഗതി സാറിന് കൊണ്ടുവരും. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യത്തിൽ ഏറ്റവും അപാകത കൂടാതെ അദ്ദേഹത്തിന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഏറ്റവും ഉഗ്രൻ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിപ്പിക്കാതെ. അതിന്റെ ഷൂട്ടൊക്കെ തുടങ്ങിയോ അതോ? ഇല്ല, അത് മാർച്ചിൽ തുടങ്ങാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഗഗനചാരി പോലെ തന്നെ ഒരു ഫുൾ എന്റർടൈനിങ് ഇതൊക്കെ തന്നെ ആയിരിക്കും അതോ കുറച്ചുകൂടി ഒരു നമുക്ക് കുറച്ച് ഭീകരതയൊക്കെ ഉള്ള ഒരു പടമായിരിക്കും? കുറച്ചുകൂടി ഒരു ഭീകരത ഉണ്ട്, എന്നാൽ കുറച്ചുകൂടി ഒരു ഹ്യൂമറിന്റെ പശ്ചാത്തലത്തിൽ പല ഇന്റൻസ് ആയിട്ടുള്ള സാധനങ്ങളും കുറച്ച് ഹ്യൂമറിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടി ഓഡിയൻസിന് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ മെൻറ്റാലിറ്റി വരിക ഹ്യൂമറിൽ പറയുമ്പോഴായിരിക്കും. അല്ലാതെ നോക്കിയാൽ ഒരു ഫിലോസോഫിക്കൽ ഹൊററാണ് വല എന്ന് പറയുന്നത്. ഇപ്പം ഗൗതം സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമ്മൾ പ്രേക്ഷകർ ഏറ്റെടുക്കുവാണെങ്കിൽ ഇത് എന്തായാലും ഒരു സീക്വൽ കാണാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ ആക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഇതിനൊരു സീക്വൽ ഉണ്ടോ? ഡൊമിനിക് സെക്കൻഡ് പാർട്ടൊക്കെ വരും? Oh, that will be interesting. വന്നാൽ ഏറ്റവും സന്തോഷം എനിക്കായിരിക്കും. കാരണം വിക്കിക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും പണി അറിയാവുന്ന രീതിയിൽ കാണിക്കാൻ പറ്റുന്നത് അതിലായിരിക്കും. ഇതിന്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണോ? കാരണം ഒരുപാട് നല്ല പാട്ടുകളൊക്കെ ഒരു പടമാണോ ഡൊമിനിക്? ഞാൻ ഒരു പാട്ട് മാത്രമേ അതിൽ ഭാഗമായിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഗൗതം മേനോൻ സാറിന്റെ പടങ്ങളിലെല്ലാം ഒരു മ്യൂസിക്കിന്റെ ഒരു ട്രീറ്റും കൂടിയാണല്ലോ. ഈ സിനിമയ്ക്ക് അനുയോജ്യമായ ആ രീതിയിൽ മ്യൂസിക് ഏറ്റവും ആപ്റ്റായിട്ട് തന്നെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ജനുവരി 23 പടം റിലീസ്. അപ്പം ഞാനും ഇങ്ങനെ വെയിറ്റിംഗ് ആണ്, കാരണം എന്താണ് പരിപാടി? ഇപ്പോൾ പറഞ്ഞതിനോട് എനിക്ക് ഈ സിനിമകളൊന്നും ഇപ്പം ഗോൾചേട്ടൻ പറഞ്ഞ സിനിമകളെ പറ്റൊന്നും വലിയ അറിയില്ലെങ്കിലും ഈ കളർ പാറ്റേൺ കണ്ടപ്പോഴത്തേനും എന്തൊക്കെയോ വൻ പരിപാടീസ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാൻ ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. Thank you.